എത്ര പേർക്ക് ഇന്ന് പകൽ സന്തോഷമുണ്ട്? സന്തോഷമുള്ളവർ നല്ല ചിരിയോടെ പറയുന്ന വചനത്തെ സ്വീകരിക്കുവാൻ തക്ക രീതിയിൽ ഉത്സാഹത്തോടായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ, ഒന്നും കൂടെ ശക്തിയോടെ ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. എനിക്ക് എൻ്റെ സഭയിൽ വചനമായിട്ട് നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ആമേൻ. ഇവിടെ ലിമിറ്റുകളില്ല. ആമേൻ. തന്ന സമയത്തിന് അകത്ത് എനിക്ക് എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നതിനനുസരിച്ച് എനിക്ക് സംസാരിക്കാനുള്ള അധികാരം ഈ ചർച്ച് തന്നിട്ടുണ്ട്. ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് വചനമാണ്. ആമേൻ. ഒരു മനുഷ്യനും സൃഷ്ടിച്ചതല്ല. ആമേൻ. ഈ ലോകത്തിൽ മറ്റൊന്നിനെയും നമ്മളെ രൂപാന്തരപ്പെടുത്താതിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനമാണ് ഇന്ന് പകലും നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. എന്നെയും നിങ്ങളെയും ഇന്നിവിടെ നിർത്തുവാൻ സ്വർഗം കൃപ തന്നിട്ടുണ്ടെങ്കിൽ ഈ ദൈവത്തിന്റെ വചനമാണ്. അതിന് നന്ദിയുള്ളവർ, ആമീൻ, അത് സ്വീകരിക്കുന്നവർ ആ കരങ്ങളെ അടിച്ചൽപ്പനേരം അന്യഭാഷകളിൽ നിങ്ങൾക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം, അന്യഭാഷകളിൽ ആ ദൈവിക സാന്നിധ്യത്തിന് ഒത്തവണ്ണം, ആമീൻ, അതിനെ ഒന്ന് പ്രതികരിച്ച് ഇന്ന് പകൽ അതിനെ ഒന്ന് റിസീവ് ചെയ്ത് ദൈവമേ എന്നോടൊന്ന് സംസാരിക്കണമെന്ന്, ഹൃദയത്തിൽ എന്നോടൊന്ന് ഇടപെടണമേ എന്ന്, ആമീൻ, ആവശ്യത്തോടെ അധികാരത്തോടെ ഉത്സാഹത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളെല്ലാം മറന്നാൽ പതേരം അന്യഭാഷകളിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. എല്ലാ അധികാരത്തിന്റെ മണ്ഡലങ്ങളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വിരോധമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെ ഇന്ന് പകൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. അഭിഷേകത്തോടെ, ശക്തിയോടെ ഇന്ന് പകൽ നിൽക്കുന്നവനെ എന്റെ യേശു മാനിക്കുമെന്ന്. Holy Spirit, Holy Spirit, we receive it, Lord. Hallelujah. മെസ്സേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു നന്ദി വാക്ക് പറഞ്ഞതിന് ശേഷം ദൈവം തന്ന അതുല്യതയ്ക്ക് ഞാൻ കടക്കാം. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ 3.5 മാസത്തിന് മുമ്പ് ഞാൻ തീർന്നു പോകുമെന്ന് ശത്രു വിധി എഴുതിയ സ്ഥാനത്ത് ഹല്ലേലൂയ കർത്താവ് എന്നെ ജീവനോടെ ഈ പ്ലാറ്റ്ഫോമിൽ നിർത്തുവാൻ കർത്താവ്. ആമേൻ. ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, അനേകരുടെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഒരു ബൈപ്പാസ് സർജറിയിലൂടെ ഒത്തിരി പേര് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്നവനല്ലേ. ഞാൻ ഈ സർജറി കഴിഞ്ഞു വന്നപ്പോൾ ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, നീ പള്ളിയിൽ പോകുന്ന ഒരാളല്ലേ, നീ പ്രാർത്ഥിക്കുന്ന ഒരാളല്ലേ, നിന്റെ ജീവിതത്തിൽ എന്താണ് ഇത് വന്നത്? ഹല്ലേലൂയ. ആ ചോദ്യത്തിന്റെ മുമ്പിൽ ആൻസർ ഇല്ലാതെ ഞാനും നിങ്ങളും ചില ചോദ്യത്തിന്റെ മുമ്പിൽ ആമീൻ മൗനമായി നിൽക്കുമ്പോൾ ആമീൻ കർത്താവ് പറയുന്നു, നിന്നെ മരണത്തിന് വിട്ടു കൊടുക്കത്തില്ല. യെസ്, ആമേൻ. We believe it, Lord. Hallelujah. Yes. സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ സർജറിയുടെ റിപ്പോർട്ട് നീ നോക്കിയായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടു. 98% 2 ബ്ലോക്കോടെ. എനിക്ക് അങ്ങനെ ഒരു സിംറ്റംസ് പോലും ഇല്ലാതെ കർത്താവ് മുന്നമേ ചില അടയാളങ്ങൾ തന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോകുവാൻ കർത്താവ് ഇടയാക്കി. സ്തോത്രം. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു ജീസസ്. എൻ്റെ ഹൃദയം നന്ദിയാൽ നിറയുന്നുണ്ട്. ആമേൻ. എൻ്റെ സഭയും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ചു.
ഞാനൊരു കാര്യം പറയാം, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. Amen. Yes, we believe, Lord. നിങ്ങളുടെ സഹോദരങ്ങളും അമ്മയും അപ്പനും നിന്റെ ഭാര്യയും ഭർത്താവും എല്ലാം നിന്നിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണോ? നീ എന്റെ കർത്താവുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ തകരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. Yes, we receive it, Lord. തകർച്ചയിലും ഉയർത്തുമാനിക്കുന്ന നല്ലൊരു പിതാവിനെ നമ്മൾ ആരാധിക്കുന്നത്. Amen. സ്തോത്രം. 98% ബ്ലോക്കുള്ള 100-ൽ 99% ആൾക്കാരും മരിക്കാൻ ചാൻസാ. ജീസസ്. പക്ഷെ എന്നെ എന്റെ കർത്താവ് നിർത്തി. ആമേൻ. കർത്താവ് എന്നോട് പറഞ്ഞു, മകനെ നീ മരിക്കത്തില്ല. യെസ്. നിനക്ക് വേണ്ടി മുമ്പേ ഞാൻ മരിച്ചതാ. ഹല്ലേലൂയ. സർജറി കഴിഞ്ഞിട്ട് 3.5 മാസമായിട്ടുള്ളൂ. നിങ്ങൾ തുടർന്നും നിങ്ങൾ എന്നെ ഓർക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി, പക്ഷെ ഞാൻ അവിടെ ഒന്നും ഭയപ്പെടുവാൻ ഞാൻ ഇടയായില്ല. എനിക്കറിയാം ഞാൻ തികഞ്ഞ ഒരു ദൈവത്തെ ആരാധിക്കുന്നത്. ആമേൻ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു നല്ല കർത്താവിനെ ഞാൻ സേവിക്കുന്നത്. എനിക്ക് മനുഷ്യരും മറ്റുള്ളതിനേക്കാളൊക്കെ 100% വിശ്വാസമുള്ളത് എന്റെ കർത്താവിനെയാണ്. ഞാൻ എന്റെ കുടുംബത്തെ പോലും വിശ്വസിക്കത്തില്ല. 100% ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്റെ ദൈവത്തിനാ. ആമേൻ. ഹല്ലേലൂയ. അവൻ നമ്മളെ തളർത്തുവാൻ ഇടയാക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഡോക്ടർ എന്നോട് ചോദിച്ചു, നീ ആ സമ്മറി കണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടു. ഡോക്ടർ എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഒത്തിരി എന്നെ ചലിപ്പിക്കുവാൻ ഇടയായി. ഡോക്ടർ എന്നോട് പറഞ്ഞ്, സ്നേഹിത, 98% ബ്ലോക്ക് 2 ബ്ലോക്കുള്ള വ്യക്തികൾ എന്റെ അറിവിൽ അധികം നാളൊന്നും ജീവിച്ചിട്ടില്ല. നിന്നെ പക്ഷെ എത്ര നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം നിന്നെ അത്രത്തോളം മാനിക്കുന്ന ഒരുവൻ. ആമേൻ. ആ ഡോക്ടർ ഒരു മുസ്ലിമാ. എന്നോട് പറഞ്ഞു, നിന്റെ അപ്പനോ അമ്മയോ നിന്റെ സഹോദരങ്ങളോ ഒക്കെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ നിനക്ക് ഈ ജീവൻ തിരിച്ചു കിട്ടിയത്. ആമേൻ. യെസ്. ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഡോക്ടർ തന്ന ഒരു ഗുളികയുടെ പുറത്തല്ല, ഡോക്ടർ തന്ന ഒരു മെഡിസിന്റെ പുറത്തല്ല, മറിച്ച് എന്നേക്കും എനിക്ക് വേണ്ടി മരിച്ചുയർത്താം, ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്ന എന്റെ നല്ലവനായ ഒരു കർത്താവിനെ ഞാൻ സേവിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഒത്തിരി നേഴ്സുമാർ എന്നോട് പറഞ്ഞു, ബ്രദറെ, നിങ്ങൾക്ക് പെട്ടെന്ന് റിക്കവറി തന്നത്. ആമേൻ. ഈ മേജർ സർജറി ചെയ്യുന്നവരെല്ലാം ഒരു മിനിമം 8 months 6 മാസം കഴിയാതെ ആ ഒരു പഴയ നിലയിലേക്ക് കടന്നു വരില്ല എന്ന് എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തനാ. സർജറി കഴിഞ്ഞ് 26ാമത്തെ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് കയറുവാൻ ഇടയായി. Thank you, Jesus. Oh, ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ചർച്ചിൽ പോയി. എന്നോട് ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, ഞാൻ അവിടെ വർഷിപ്പ് ലീഡ് ചെയ്യുകയും മെസ്സേജ് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നോട് ചോദിച്ചു, മോനെ ലീഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, അച്ഛാ ഒരാഴ്ച ഇവിടെ കഴിയട്ടെ. നിങ്ങൾക്കറിയാമോ, 1 മാസം കഴിഞ്ഞപ്പം ഞാൻ പ്രാർത്ഥിച്ച് മൈക്ക് എടുക്കുവാൻ ഇടയായി. എനിക്കറിയാം, ഞാൻ അന്നുവരെ ദൈവത്തിന്റെ മുമ്പിൽ ഇതുവരെ നിന്നതല്ല, മറിച്ച് അന്നൊരു അസാധാരണമായ ഒരു അനോയിന്റിങ്, ഭയങ്കര ഇടപെടൽ ഉണ്ടാകുവാൻ ഇടയായി. ഹല്ലേലൂയ. കർത്താവ് ഇന്നും ഇത്രയും ശബ്ദത്തോടെ നിൽക്കുവാൻ കർത്താവ് ബലം തന്നു. Thank you, Jesus. ആയുസ് തന്നു.
ആരോഗ്യം തന്നു. Amen. നമ്മുടെ ഒരു കഴിവുമല്ല, നമ്മുടെ ഒരു യോഗ്യതയുമല്ല. നേരത്തെ പാട്ടുകാരൻ പാടിയതുപോലെ കഴിവല്ല, കൃപയാണ്. കഴിവല്ല, അതുകൊണ്ട് എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച്. നല്ല പിതാവേ, ഞങ്ങൾ നല്ല സ്വർഗീയ പാദത്തിലായിരിക്കുന്നു. ഞങ്ങളുടെ കഴിവിൻ്റെയോ മിടുക്കിൻ്റെയോ ഞങ്ങളുടെ യോഗ്യത കൊണ്ടൊന്നുമല്ല ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ നിൽക്കുവാൻ ഇടയായത്. ലോക സ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളെ കണ്ട് തിരഞ്ഞെടുത്ത് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. ഞങ്ങൾക്ക് വേണ്ടി നീ മരിച്ചു. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുവന്റെ കൃപയാണ് ഇന്ന് പകൽ നിൽക്കുവാൻ സ്വർഗ്ഗ ഇടയായി. ഞങ്ങൾ അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വചനം നിൽക്കുമ്പോൾ എന്റേതല്ലല്ലോ, നിന്റേതാണല്ലോ. നീ സംസാരിക്കണമേ. ചില ഹൃദയങ്ങളിൽ ആഴമായി ഇന്ന് വചനത്തിന്റെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇടപെടുമാറാകണമേ. നീ സംസാരിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. അടിയനെ ബലപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. വേഗത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. 2 ദിനവൃത്താന്തം 20 അധ്യായം അതിന്റെ 12 വാക്യം. 2 ദിനവൃത്താന്തം 20 അതിന്റെ 12 വാക്യം. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കയില്ലയോ? ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്തു ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. സ്തോത്രം. നമ്മളെല്ലാവരും ദൈവത്തോട് നമ്മുടെ സാഹചര്യങ്ങൾ, നമുക്ക് പ്രയാസം വരുമ്പോൾ, നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ, നിരാശ വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങൾക്ക് ശക്തിയില്ല എൻ്റെ ദൈവമേ, ഞങ്ങൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഇത് എത്ര പേർക്ക് മനസ്സിലായി ഇത് ദൈവത്തിന്റെ വചനം? ഇന്ന് ചിലരോട് സ്പഷ്ടമായി ദൈവാത്മാവ് സംസാരിക്കും. ദൈവദാസൻ ലീഡ് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ ഒരു വാക്കെടുത്ത് ഇങ്ങനെ പറയുവാൻ ഇടയായി. ചില കുരുക്കിനകത്ത് കിടക്കുന്ന നിന്നെ ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നീ അത് സ്വീകരിക്കുന്നുവെങ്കിൽ, നീ അത് ഏറ്റെടുക്കുന്നുവെങ്കിൽ, ആ കുരുക്കിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നിന്നെ പുറത്തു കൊണ്ടുവരും. നീ എങ്ങനാണോ ഇത് സ്വീകരിക്കുന്നത്, നീ നാളുകളായി കരയുന്ന ചില വിഷയത്തിനകത്ത്, നീ നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത്, എനിക്ക് ഇതിനകത്തു നിന്നൊരു മാറ്റം എന്റെ ദൈവം കൽപ്പിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് നിന്ന് അതിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന് അറിഞ്ഞ് അതിനെ ഒന്ന് സ്വീകരിച്ച് ആമീൻ പറഞ്ഞ് കരങ്ങളെ ഒന്ന് തട്ടി അന്യഭാഷകൾ എല്ലാ ആശ്രയവും നഷ്ടപ്പെടുന്ന സമയത്ത് വലിയൊരു പ്രശ്നം മുമ്പിൽ നിൽക്കുകയാണ്. ഇസ്രായേലിന്റെ രാജാവായ യഹോവാശാത്തിന് അവന്റെ മുമ്പിൽ വലിയൊരു പ്രശ്നം മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ആരോടും പറയാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ വലിയ സമൂഹത്തോട് എതിർക്കുവാൻ
ഞങ്ങൾക്ക് ശക്തിയില്ല. എന്തു ചെയ്യേണ്ടു എന്നറിയുന്നതുമില്ല. ഓ സ്തോത്രം. അടുത്ത പദം നിങ്ങൾ നോക്കിയേ. എങ്കിലും Amen. ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് നിങ്ങളേക്ക് തിരിഞ്ഞിരിക്കുന്നു. Yes. ആമീൻ. Amen. നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് പറ്റും. Amen. ആമീൻ. നോക്കണ്ടിയ സമയത്ത് നീ ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ Yes. നിന്റെ അവസ്ഥകൾക്ക് ഭംഗം വരുത്താതെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹമുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ Amen. നീ ഈ ദിവസങ്ങളിൽ പുറത്തു വരും. Amen. ആരാ നിന്നോട് പറഞ്ഞത് നീ പുറത്തു വരത്തില്ലെന്ന്? Amen. Yes, ആരാ Lord. നിന്നോട് പറഞ്ഞത് നീ ഉയരത്തില്ലെന്ന്? ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പറയുന്നു, ആമീൻ, ഏത് മേഖലകളിലായിക്കോട്ടെ, Yes. ഏത് പ്രതിസന്ധികളിലായിക്കോട്ടെ, Hallelujah. നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ Amen. എന്റെ ദൈവത്തിന് കഴിയുമെന്ന് Yes. ഇന്ന് ചിലരോട് ദൂത് പറയുക. We receive it, Lord. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ നോക്കണ്ടിയവനെ നോക്കിയാൽ Yes. നിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട്. Amen. ആമേൻ. Amen. നിനക്ക് പ്രശ്നം വരുമ്പോൾ നീ സ്വന്തക്കാരെ ആശ്രയിച്ചെന്നിരിക്കാം, ഏറ്റവും അടുത്ത റിലേറ്റീവ്സിനെ നീ ആശ്രയിച്ചെന്നിരിക്കാം. ആമീൻ. നിന്റെ വാക്കുകൾ അവരോട് ഷെയർ ചെയ്യുന്നിരിക്കാം. പക്ഷെ അതൊക്കെ ഒരു തൽക്കാലത്തേക്കേ ഉള്ളൂ. Yes. Yes. അതൊക്കെ ഒരു ലിമിറ്റിനേ ഉള്ളൂ. Yes. ആമീൻ. അവര് സഹായിക്കുന്നതിനകത്തൊരു ലിമിറ്റ് ഉണ്ട്. Yes. പക്ഷെ ഒരു പരിധിയുമില്ലാതെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. Amen. Oh. ആമീൻ. ഹല്ലേലൂയ. Hallelujah. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, Amen. അവരുടെ മുഖമോ ലജ്ജിച്ചില്ല. Yes. അപ്പൊ നോക്കേണ്ടവനെ നോക്കിയ നിന്നെ ലജ്ജിപ്പിക്കാതെ വണ്ണം നിന്നെ ചേർത്ത് നിർത്തുന്ന നല്ലൊരു കർത്താവുണ്ട് എന്ന് Amen. മനസ്സിലാക്കി നീ മുമ്പോട്ട് പോയാൽ Yes. നിന്റെ പ്രതികൂലത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. We receive it, Lord. Oh Jesus. Hallelujah. 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 ഇവിടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇസ്രായേലിന്റെ രാജാവായ യെഹോശാഫാത്തിന് വലിയൊരു പ്രശ്നം വരികയാണ്. മോവാബ്യരും അമോന്യരും കൂട്ടത്തിൽ കുറെ മെയൂന്യരും യുദ്ധത്തിന് വന്ന്. ഹല്ലേലൂയ. എത്ര ശക്തനാണെന്ന് പറഞ്ഞാൽ പോലും ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയമുണ്ടാവും. ഹല്ലേലൂയ. അല്ലേ സിസ്റ്ററെ? ആമേൻ. അതിന്റെ 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. അതിന്റെ ശേഷം മോവാബ്യരും അമോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. 2 ചിലർ വന്ന് യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്നും അരാമയിൽ നിന്നും നിന്റെ നേരെ വരുന്നു. ഇതാ അവർ എന്നതിനെതിരെ ഹസനോൻ താമാരിൽ ഉണ്ട് എന്ന് അറിയിച്ചു. അടുത്ത 3-ാമത്തെ വാക്യം. യഹോശാഫാത്ത് ഭയപ്പെട്ടു. യഹോവയെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ടു. യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയുടെ മതി സഹായം. നിക്കട്ടെ. കണ്ടോ? ഇനി നീ ഏതു ശക്തനാണെന്ന് പറഞ്ഞാൽ പോലും നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നീ പേടിക്കും, ഭയപ്പെടും. പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയുന്നു, നീ നോക്കണ്ടവനെ നോക്കിയാൽ നിന്റെ ഭയത്തെ അവൻ മാറ്റും. Yes, we believe. നിന്റെ നിരാശകളെ മാറ്റും. നീ ഇന്ന് കരയുന്ന വിഷയത്തിനകത്ത് എന്റെ ദൈവം ഇറങ്ങി വരും. Amen. നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കുരുക്കില്ലേ, യേശു അതിനകത്തുനിന്ന് നിന്നെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരും. Amen. We believe. Hallelujah. Hallelujah. പെട്ടെന്ന് ഇങ്ങനൊരു സംഗതി വന്നപ്പോ യഹോശാഫാത്ത് പേടിച്ചു പോയി. അതിന്റെ പിന്നിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഞാനത് ഒപ്പം വായിക്കുന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച അതിന്റെ 16-ാം അധ്യായം വായിക്കുമ്പോൾ ഇത്രയും ഭയങ്കര പരാക്രമശാലികളായി യുദ്ധത്തിന് നിൽക്കുന്ന സൈന്യങ്ങളുള്ള യഹോശാഫാത്ത്, ആമീൻ, ഹല്ലേലൂയ, ഇത്രയും പിന്നിൽ ആൾബലവും സൈനിക ബലവും ഉള്ള ഒരു വ്യക്തി, ആമീൻ,
മൂന്ന് ദേശത്തിലെ ആൾക്കാർ യുദ്ധത്തിന് തന്നെ തകർക്കാൻ വരുമ്പോൾ പെട്ടെന്നൊരു ഭയം. പക്ഷേ യെഹോശാഫാത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. Amen. Hallelujah. ഹല്ലേലൂയ. എന്താ യെഹോശാഫാത്ത് ചെയ്തതെന്നറിയാമോ? യഹോവയോട് സഹായം ചോദിക്കുവാൻ, മൂന്നാമത്തെ വാക്യം, യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. എല്ലാ യഹൂദരെയും വിളിച്ചു. ആമേൻ, ഹല്ലേലൂയ. എന്റെ പിന്നിൽ എനിക്ക് നിൽക്കാൻ സ്വയമേ കഴിയില്ല എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ Jesus. എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവിക കരമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ Amen. നമ്മൾ ആദ്യം ചെല്ലേണ്ടത് എന്റെ കർത്താവിന്റെ അടുത്താ. Hallelujah. Stotram. ഹല്ലേലൂയ. Hallelujah. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചാർച്ചക്കാരും ബന്ധുക്കാരും ഒക്കെ ഒരു പരിധി വരെ നിങ്ങളെ സഹായിക്കും. പക്ഷെ അതൊക്കെ കഴിയുമ്പോൾ നിങ്ങളെ അവർ തള്ളിക്കളയും. പക്ഷെ അന്വേഷിക്കേണ്ടവനെ അന്വേഷിച്ചാൽ Amen. നിന്നെ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. Amen. ഇവിടെ യഹോശാഫാത്ത് എന്താ ചെയ്തതെന്നറിയാമോ? ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അവൻ ഓടിച്ചെന്നത് എന്റെ ദൈവത്തിന്റെ അടുത്തേക്കാ. ചെന്നത് മാത്രമല്ല, ആ യഹൂദ ദേശത്ത് മുഴുവൻ അവനൊരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. Amen. അപ്പൊ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നവന് വിടുതലുണ്ടെന്നാ സത്യം. Amen. Yes. പ്രശ്നം വരുമ്പോഴല്ല ആരാധിക്കേണ്ടത്. പ്രശ്നത്തിന് മുമ്പേ നീ ആരാധിച്ചാൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരവും എന്റെ ദൈവം തരും. Amen. Hallelujah. ആമേൻ. യുദ്ധത്തിന് വരുന്നെന്ന് അറിഞ്ഞപ്പോഴേ യഹോശാഫാത്ത് ദൈവത്തിന്റെ മുമ്പിലേക്ക് ഓടിച്ചെന്നു. അവിടെ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. എല്ലാവരെയും വിളിച്ചുകൂട്ടി. അതിന്റെ 5-ാമത്തെ വാക്യം, യഹോശാഫാത്ത് ആ. യഹോവയുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന്റെ മുൻപിൽ യഹൂദയുടെയും യെരൂശലേമിന്റെയും സഭാമധ്യേ നിന്നുകൊണ്ട് ആ. പറഞ്ഞത് എന്തെന്നാൽ, ആ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, ആ. നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. ആ. നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ആമേൻ. ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. മതി, നിർത്തിയേ. ഞങ്ങളുടെ പിതാക്കന്മാരെ ന്യായം വിധിച്ച, ഞങ്ങളെ കരുതിയ, ഞങ്ങളുടെ പിതാക്കന്മാരെ കരുതിയ നല്ല സ്വർഗസ്ഥനായ ഒരു ദൈവമാണ് നീ. അപ്പൊ ഞങ്ങളുടെ പരിഹാരങ്ങൾക്ക് പരിഹാരം വരുത്താൻ നീ മാത്രമല്ലാതെ വേറെ ആരും ഇല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യഹോശാഫാത്ത് ഓടി ദൈവത്തിന്റെ അടുത്ത് ചെന്നു. ആമേൻ. അവിടെ പറയുന്നത്, പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. യഹോശാഫാത്തിന് ഒറ്റ ഒരു കാര്യമുള്ളായിരുന്നു. ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്ത് പ്രാർത്ഥനയോടെ ദൈവാലയത്തിനകത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മുന്നിൽ വരുന്ന വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായി മറ്റാരും രക്ഷിക്കയില്ല എന്ന് താൻ ഉറച്ചപ്പോൾ ഏക ആശ്രയം ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഹോശാഫാത്ത് ദൈവത്തിന്റെ മുമ്പിലേക്ക് ഓടിച്ചെന്ന് താൻ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ്. മോനെ, അതിന്റെ 7-ാമത്തെ വാക്യം, ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. അവർ അതിൽ പാർത്തു. ന്യായവിധിയുടെ വാൾ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിന്റെ മുൻപിലും നിന്റെ സന്നിധിയിലും നിന്ന് നിന്റെ നാമം ഈ ആലയത്തിൽ ഉണ്ടല്ലോ, ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ആമേൻ. നോക്കിയേ, അപ്പൊ യഹോശാഫാത്തിനറിയാം ഞങ്ങളുടെ പിതാക്കന്മാരെ എങ്ങനെയാണ് ദൈവം വഴി നടത്തിയെന്ന്. അത്ഭുതകരമായി, ക്ഷേമകരമായി ഞങ്ങളുടെ പിതാക്കന്മാരെ നടത്തിയത് നല്ലതുപോലെ യഹോശാഫാത്തിനറിയാം. അവർക്ക് മഹാമാരി വന്നപ്പോഴും വാൾ വന്നപ്പോഴും പ്രശ്നങ്ങൾ വന്നപ്പോഴും അതിലൂടെ എല്ലാം ഞങ്ങളുടെ ദൈവം അവരെ നടത്തി പരിപാലിച്ചു എന്ന് യഹോശാഫാത്തിന് നല്ലതുപോലെ അറിയാം. അപ്പൊ പ്രശ്നം വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ദൈവത്തിങ്കിലേക്കാ. 1-2 പേർക്ക് കരമൊന്ന് കൊടുത്തിട്ട് പറ, പ്രശ്നം വരുമ്പോൾ ദൈവത്തിങ്കിലേക്ക് നോക്കണം എന്ന് പറ. പ്രശ്നം വരുമ്പോൾ ദൈവത്തിങ്കിലേക്ക് നോക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ അവിടെ പരിഹാരമുണ്ട് എന്റെ ദൈവമക്കളെ. Amen. അവൻ മറ്റൊന്നിലേക്കും പോകാതെ ആ ദേശത്തെ ജനത്തെ മുഴുവൻ വിളിച്ചു. യഹൂദരെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു, ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. എല്ലാവരെയും ആലയത്തിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ടൊരൊറ്റ പ്രാർത്ഥനയായിരുന്നു. ഹല്ലേലൂയ. വിടിവിക്കാൻ കഴിയുള്ള ഒരു ദൈവത്തെ നമ്മൾ വിളിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, Yes. നിന്നെ ആരുടെ മുമ്പിൽ ലജ്ജിപ്പിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. Amen. ഒരു മനുഷ്യന്റെ മുമ്പിൽ നിന്നെ തലകുനിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. Amen. Hallelujah. ആമീൻ, ആമീൻ, ഹല്ലേലൂയ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ അതിലേക്ക് പോകുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. പ്രശ്നത്തിന്റെ നടുവിലും നമ്മളെ മാനിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ Amen. നമ്മുടെ ലെവല് മാറും. Hallelujah. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ടോ? Yes. വിശ്വസിക്കുന്നുണ്ടോ? Yes, we believe, Lord. അല്ലാതെ പ്രശ്നം വരുമ്പോൾ നമ്മൾ കരഞ്ഞു മൂലയിൽ ഇരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. യഹോശാഫാത്ത് ആ പ്രാർത്ഥനയിൽ പറയുന്നു, അയ്യോ ഇനി എന്തു ചെയ്യും, ഞങ്ങൾക്ക് ശക്തിയില്ല, എങ്കിലും നിന്റെ മുഖത്തേക്ക് ഞങ്ങൾ ഇന്ന് നോക്കുന്നു. Amen. സ്തോത്രം. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഒന്ന് മാറാൻ പറ്റുമോ? ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങളെ ഒന്ന് ഏൽപ്പിക്കാൻ പറ്റുമോ? Yes, Lord. ഇതിപ്പോ 2025 അല്ലേ? ഓരോ വർഷവും നമ്മൾ എത്ര ദൂതുകൾ കേൾക്കുന്നുണ്ട്, എത്ര മെസ്സേജുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, മടങ്ങി വാ. ആമീൻ. നിന്റെ വിഷയങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച്, Yes. Yes. ദൈവത്തോട് നീ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരുന്നാൽ, Yes. ആമീൻ, നിന്നിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം Amen. ഞാനും നീ അനുഭവിക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? Yes. ശബന ഹതുരിമനാദിയ. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിൽ നിന്റെ എല്ലാ മേഖലകളിലും Amen. നീ അനുഗ്രഹിക്കേണ്ടതിന് Holy Spirit, in the name of Jesus. സിസ്റ്റർ എൻ്റെ അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അതിൽ തിരുനാമത്തിനു വേണ്ടി അതിന്റെ 11ാമത്തെ വാക്യം വരും. സമയമില്ല, നമുക്ക് പെട്ടെന്ന് സമയം. ഇപ്പോൾ ഇതാ നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ നിന്നോ ഞങ്ങളെ നീക്കിക്കളവാൻ അവർ വന്നോ ഞങ്ങളെ ഇങ്ങനെ പ്രതിഫലം തരുന്നു. നോക്കിയേ, യഹോശാഫാത്ത് പറയുക, പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മുമ്പിൽ പറയുന്ന കാര്യം ഇതാ, നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളയാൻ അവർ വന്ന് നിൽക്കുക. ഞങ്ങൾക്ക് എങ്ങനെ പ്രതിഫലം തരുന്നു? അപ്പൊ വലിയൊരു പ്രതിസന്ധി വന്ന് നിൽക്കുകയാണ്. മറ്റുള്ളവരോ എന്നും ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരെയും വിളിച്ചു. ആമീൻ. ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവർ ഒരുമിച്ച് ഐക്യതയോടെ ഒരു മനസ്സോടെ സഭയിൽ അവർ ഉപവാസം പ്രസിദ്ധം ചെയ്തു, പ്രാർത്ഥന കഴിച്ചു. ആമീൻ. ഹല്ലേലൂയ. അതിനവർ പ്രതിഫലം കാണുവാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. താഴേക്ക് വരാം, നമുക്ക് അതിന്റെ അടുത്ത വാക്യം വായിച്ചേ. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്തു ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. ഇപ്പൊ പ്രശ്നം വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നതാ, എന്തു ചെയ്യും, ഇനി എങ്ങനെ മുമ്പോട്ട് പോകും? നേരത്തെ അനുഭവിക്കുന്നതും നേരത്തെ ഇരുന്നതുമായിട്ടുള്ള ചില ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ ദൈവത്തോട് പോലും നമ്മൾ കുറ്റം പറയുന്ന അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ വരും. ദൈവത്തോട് പിറുപിറുക്കുന്ന അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ വരും. പക്ഷെ നീ പിറുപിറുക്കാതെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ, ആമേൻ, നിന്നെ ലജ്ജിപ്പിക്കാൻ അവൻ ഇടവരത്തില്ല. ആമേൻ. അവിടെ എന്താ ചെയ്തത് എന്നറിയാമോ? ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടു എന്ന് ഞങ്ങൾ അറിയുന്നതുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നോക്കേണ്ടവനെ നോക്കിയാൽ, പ്രാർത്ഥിക്കുന്നവരോട് പ്രാർത്ഥിച്ചാൽ, ആമീൻ, ഉപവസിക്കുന്നവരോട് ഉപവസിച്ചാൽ
മറുപടി എൻ്റെ സ്വർഗം തരും. Amen. Hallelujah. ഹല്ലേലൂയ. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പേടിച്ച് നമ്മൾ ഒരു മൂലയിൽ അങ്ങ് കൂടും. എന്ത് ചെയ്യും? ഇനി എങ്ങനെ സ്റ്റെപ്പ് വെക്കും? ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഞാൻ എങ്ങനെ കരേറും? ഇങ്ങനെ പല ആവലാദികൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ ആത്മീയ ഉയർച്ചയെ പോലും നമ്മളെ മുരടിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും. പക്ഷെ നീ അവിടെ പതറിപ്പോകരുത്. Jesus. പക്ഷെ നീ അവിടെ തളർന്നു പോകരുത്. നീ നോക്കേണ്ടിയവനെ നോക്കിയാൽ, Yes. ആരാധിക്കേണ്ടിയവനെ ആരാധിച്ചാൽ, Amen. പ്രാർത്ഥിക്കുന്നവനോട് പ്രാർത്ഥിച്ചാൽ, Amen. ഉത്തരം തരുന്നവനോട് പ്രാർത്ഥിച്ചാൽ, Yes, we നിന്റെ receive it. അവസ്ഥകൾക്ക് യേശു മാറ്റം തരും. ഇന്ന് നിന്റെ അവസ്ഥയെ മാറ്റാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. Amen. ഹല്ലേലൂയ. Hallelujah. യഹോശാഫാത്ത് ഒന്നും ചെയ്തില്ല. ആശ്രയിക്കാൻ പറ്റിയ ദൈവത്തോട് ചേർന്ന് നിന്ന് തന്റെ കാര്യങ്ങൾ മുഴുവൻ ദൈവത്തോട് സമർപ്പിച്ചപ്പം പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. Yes. ആ വലിയ ദൂതിലേക്ക് ഞാൻ കടന്നു വരിക. അതിന്റെ താഴത്തെ വാക്യം വായിച്ചേ. അങ്ങനെ യഹൂദരൊക്കെയും നോക്കിയേ, അങ്ങനെ യഹൂദ്യരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും അവരുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും ഭാര്യമാരും മക്കളോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. Amen. Hallelujah. ഓ സ്തോത്രം. Hallelujah. ഒരുമിച്ച് കുടുംബമായി Amen. അങ്ങനെ നിന്നാൽ ദൈവം മറുപടി തരും. Amen. കുടുംബമായി നിങ്ങളെ ഉയർത്തി മാനിക്കണമെന്ന് നിങ്ങൾക്കൊരാഗ്രഹമുണ്ടോ? Yes. ദൈവമേ എന്നെ കുടുംബമായി ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങൾക്കൊന്ന് പറയാനുണ്ടോന്ന്? Yes. അവരെല്ലാവരും ഒരു മനസ്സോടെ നമ്മുടെ ചർച്ചിൽ ഒരു ഉപവാസം ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ അതിനകത്ത് ആത്മാർത്ഥത ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കപ്പെടാം. എത്ര പേര് അതിൽ ഭാഗമാകുന്നു നമ്മൾ ചോദിക്കപ്പെടാം. ഇവിടെ കണ്ടോ, ഒരു ദേശം മുഴുവനും കുടുംബമായി കുഞ്ഞുങ്ങളും ഭാര്യമാരോടും മക്കളോടും കൂടെ ആരുടെ മുമ്പിൽ നിന്നെന്നാ പറയുന്നേ? ദൈവത്തിന്റെ സന്നിധിയിൽ. അടുത്ത വാക്യം വായിച്ചേ. അപ്പോൾ സഭാമധ്യ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മദ്ദന്യാവിന്റെ മകനായ യെയീലിന്റെ മകനായ ബെനയാവിന്റെ മകനായ സെക്രിയാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ വന്നു. അപ്പൊ ഒരുമനപ്പെട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ വന്ന് നിന്ന ഒരുവന്റെ മേൽ ആത്മാവ് ഇറങ്ങി. Amen. നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ ആരാധിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? Yes. നിങ്ങളെ ഫ്രീ ആയിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കണം. Amen. മസിൽ പിടിച്ചിരിക്കല്ലേ. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു പറഞ്ഞ് മറ്റുള്ളവർ ലജ്ജിക്കും, മറ്റുള്ളവർ നോക്കുമ്പോൾ എനിക്ക് നാണക്കേട് ഉണ്ടാവുമെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ നിൽക്കരുത്. കർത്താവിന്റെ മുമ്പിൽ വന്നാൽ സർവ്വതും നിങ്ങൾ കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. Yes. ആരാധനയും ഞാനും നീയും ഇല്ലാതാകുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. Amen. അവർ പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇരുന്ന ഒരു ലേവ്യന്റെ സെക്രിയാവിന്റെ മകൻ യഹസിയേൽ എന്നൊരു ലേവ്യന്റെ മേൽ വന്നു. അപ്പൊ പ്രാർത്ഥിക്കേണ്ട രീതിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെടും. Amen. Hallelujah. ആത്മാവ് ഇറങ്ങിയാൽ ചില ഉത്തരങ്ങൾ നിനക്ക് തരും. Yes, we believe. ആത്മാവ് ഇറങ്ങിയാൽ നിന്റെ വിഷയത്തിനകത്തൊരു പ്രതിപതി നിനക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ. ഇത് വെറും വാക്കല്ല, അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. അപ്പൊ ആരാധിക്കേണ്ട രീതിയിൽ, പ്രാർത്ഥിക്കേണ്ട രീതിയിൽ, ഉപവാസത്തോടുള്ള ബന്ധത്തിൽ നീ നിന്നാൽ നീ ഇരിക്കുന്ന സമയത്ത് ആത്മാവ് ഇറങ്ങും. Amen. ചിലത് നിന്നോട് സംസാരിക്കും. Amen. ചിലത് നിന്നോട് വിവേചിക്കും. നിനക്കിനി മുമ്പോട്ട് പോകേണ്ട വഴികൾ അവൻ കാണിച്ചു തരും. മുമ്പോട്ട് പോകേണ്ട ചില കാര്യങ്ങൾ നിന്നോട് അവൻ പറഞ്ഞു തരും. സ്തോത്രം.
അപ്പൊ അന്വേഷിക്കേണ്ടവനെ അന്വേഷിച്ച് പ്രാർത്ഥനയോടും ഉപവാസത്തോടും ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്നാൽ ആത്മാവ് ഇറങ്ങും. Amen. ആമീൻ. അങ്ങനെ ചിലവരുടെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങാൻ പോവുക. Yes, yes, we believe. കറക്റ്റ് ആയിട്ട് ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും അലസതയില്ലാതെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവന്റെ മേൽ Amen. അങ്ങനെയുള്ളവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങും. Amen. നിന്നോട് ചിലവർ പ്രവചിക്കും. Amen. Baba, we receive it, Lord. Hey. Thank you, Holy Spirit. Come on, in the name of Jesus. അതെത്ര പേർക്കൊന്ന് സ്വീകരിക്കാൻ പറ്റും? We receive it, Lord. Holy Spirit. Hallelujah. Hallelujah. അപ്പൊ ആത്മാവ് ഇറങ്ങി. Yes. അടുത്ത വാക്യം. അവൻ പറഞ്ഞതെന്തെന്നാൽ യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവും ആയുള്ളവരെ കേട്ടുകൊള്ളുവേൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ആമേൻ. ഹല്ലേലൂയ. ദൈവാത്മാവ് ലേവിന്റെ മേൽ വെളിപ്പെട്ടപ്പോ ഇറങ്ങിയപ്പോ അവൻ പ്രവചിച്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ? യഹൂദിയരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടോ, യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, Yes. യുദ്ധം നമ്മുടെ ദൈവത്തിന്റെയാ. Hallelujah. ഓ ഹല്ലേലൂയ. Hallelujah. ഇത് എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്? Amen. അപ്പൊ പ്രശ്നത്തിന്റെ മുമ്പിൽ നീ അവനോട് പറഞ്ഞാൽ മതി, നിന്റെ പ്രശ്നം അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. Amen. ആമീൻ. ഹല്ലേലൂയ. Hallelujah. ആമീൻ. നിന്റെ പ്രശ്നത്തിന് അവൻ ഇറങ്ങും. Amen. നിന്റെ വിഷയങ്ങൾക്ക് അവൻ ഇറങ്ങും. Yes. നീ നിന്ന് കൊടുത്താൽ മതി. നമ്മൾ എന്താ ചെയ്യുന്ന അറിയാം? നമ്മൾ അതിനു വേണ്ടി വില കൊടുക്കത്തില്ല. നമ്മൾ അതിനു വേണ്ടി ഉത്സാഹം, നമ്മുടെ ജീവിതത്തിൽ അതിന് ഉത്സാഹം, നമ്മുടെ മുമ്പിൽ വരുന്ന ഉത്സാഹത്തെ നമ്മൾ മുരടിപ്പിച്ച് കളയും. പക്ഷെ നോക്കേണ്ടവനെ നോക്കി, വിളിക്കേണ്ടവനെ വിളിച്ചാൽ ആമീൻ, നിന്റെ വിഷയത്തിന് വേണ്ടി അവൻ നിനക്ക് യുദ്ധം ചെയ്യും. Amen. ആമീൻ. നീ മൗനമായി നിന്നാ മതി. നീ ദൈവത്തോട് നിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്നാ മതി. സ്തോത്രം. ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങും. Amen. Yes. നിന്റെ പ്രാർത്ഥന റൂമിൽ അവൻ ഇറങ്ങും. Hallelujah. നീ ദൈവമായിട്ട് ബന്ധത്തിൽ ഇരുന്നാൽ നിന്റെ വിഷയത്തിന് വേണ്ടി അവൻ ഇറങ്ങും. Yes, we believe. അവൻ ഇറങ്ങാതിരിക്കാൻ കഴിയുകയില്ല. Yes, 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 yes. ആമീൻ. അവൻ നിന്റെ വിഷയത്തിന് വേണ്ടി ഇറങ്ങിയേ പറ്റൂ. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലരുടെ കുരുക്കിനകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന Yes. ഒരു ദൈവിക സാന്നിധ്യം നിന്റെ മേൽ വ്യാപരിക്കുക. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. Yes. പ്രാർത്ഥിച്ചോ. നിന്റെ കുരുക്കിനകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും. Yes, we receive it, Lord. ഓ ശബദ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലവരുടെ വസ്തുവായിട്ടുള്ള ബന്ധത്തിൽ, Yes. വസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ, Yes. Amen. എനിക്കറിയത്തില്ല, കർത്താവ് അങ്ങനെ പറയാൻ പറയുന്നു. Amen. ആമീ, നീ നാളുകളായിട്ട് അതിനകത്തുനിന്ന് ഒരു പ്രതിസന്ധി നീ അനുഭവിച്ചു കൊണ്ടിരിക്കുക. Yes. പക്ഷെ നീ പ്രാർത്ഥിച്ചു മടുത്തു. പക്ഷെ അതിനൊരു പ്രതിവിധി ഇല്ലാതെ Yes. നീ കരഞ്ഞ് നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുക. Yes. പക്ഷെ നിന്നെ ഈ 2025 തീരുന്നതിന് മുമ്പേ Amen. അതിനകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുക. We receive it, Lord. ഹല്ലേലൂയ. അങ്ങനെ വിഷയമായിട്ട് ബന്ധത്തിലുള്ളവരുടെ ഒന്ന് കരങ്ങൾ അടിച്ചൊന്ന് സ്വീകരിച്ചേന്. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥിക്കുന്നവന്റെ പിന്നിൽ ഒരു ദൈവത്തിന്റെ കരമുണ്ട്. നിങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ഭയപ്പെടരുത്,
ഭ്രമിക്കരുത്. നോക്കേണ്ടിയവന്റെ മുഖത്ത് നോക്കിയാൽ അവൻ നിനക്ക് പ്രതിവിധി ഉണ്ടാക്കി തരും. ആമേൻ, ഹല്ലേലൂയ. അതിന് എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, മറ്റുള്ളവരോട് പറഞ്ഞാൽ അതിനകത്തൊരു വിടുതൽ ഉണ്ടാവുമോ എന്ന്. നോ നോ, നിന്റെ സകല വിഷയത്തിന്റെ അകത്തും പ്രതിവിധി തരാൻ ഒരേ ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ ദൈവത്തിനാണ്. യുദ്ധം നമ്മുടേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാ. ആമേൻ. സ്തോത്രം. അടുത്ത വാക്യം എന്ന് വെച്ച്, നാളെ അവരുടെ നേരെ ചെല്ലുവേൻ, ഇത് അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു. നിങ്ങൾ അവരെ യെരുവേൽ മരുഭൂമിക്കെതിരെ തോട്ടിന്റെ അറ്റത്ത് വെച്ച് കാണും. ഓക്കെ, അവൻ പ്രവചിച്ചു പറയുക, നാളെ അവരുടെ നേരെ ചെല്ലുവീൻ, അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു, നിങ്ങൾ അവരെ യെരുവേൽ മരുഭൂമിക്കെതിരെ തോട്ടിന്റെ അറ്റത്ത് വെച്ച് കാണും. അടുത്ത വാക്യം, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദായും യെരൂശലേമും ആയുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്നോ. യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവേൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവേൻ, യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട്. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഈ പുറേ വരുന്ന ഞാജൂലിനെ കണ്ട് നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവീൻ, യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട്. ഇത്രയും വലിയൊരു സപ്പോർട്ട് നമുക്കുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? ആത്മാവ് ഇറങ്ങി ഒരുത്തനോട് പറയുക, ഇനി എത്ര വലിയ സൈന്യ സമൂഹം വന്ന് നിന്റെ മുമ്പിൽ വന്ന് നിന്നാലും നിന്നെ തകർക്കാൻ അവർക്ക് കഴിയത്തില്ല. എന്ന് വെച്ചാൽ നീ ഒരു ദൈവ മനുഷ്യനാ. ആമീൻ. ദൈവം നിന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നിന്നെ വിട്ടുകൊടുക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. ആമീൻ. നിന്റെ വിഷയത്തിന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. ആമീൻ. ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഈ വിഷയത്തിനകത്ത് ദൈവം നിനക്ക് മറുപടി തരും. സ്തോത്രം. ഇന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇതിനകത്ത് നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പേ ഒരു തീരുമാനം എടുത്തിട്ടേ പോകാവൂ. എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, എന്നെ ഇങ്ങനെ ആമീൻ ഹല്ലേലൂയ മുമ്പോട്ട് പോകുവാൻ അനുവദിക്കാത്ത ചില ദുഷ്ടന്റെ പോരുകളെ ഇന്ന് പകൽ ഞങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്ത് 2025 തീരുകയാ. ഹല്ലേലൂയ. ഇനിയെങ്കിലും കർത്താവേ, അതിനൊരു മറുപടി നീ എനിക്ക് തരണമെന്ന്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? മോനടുത്ത വാക്യം വായിച്ചു പെട്ടെന്ന്. അപ്പോൾ യഹോശാഫാത്ത് സാഷ്ടാംഗം വണങ്ങി. യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോവയുടെ മുൻപാകെ വീണ് നമസ്കരിച്ചു. സാഷ്ടാംഗം യഹൂദരും യെരൂശലേം നിവാസികൾ യഹോവയുടെ മുമ്പിൽ വീണ് നമസ്കരിച്ചു. അടുത്തത്, കെഹാത്യരും കോരഹ്യരുമായ ലേവ്യർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു. നോക്കിയേ, അവർ ഒരു നിമിഷം പോലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവര് ദൈവത്തെ പുകഴ്ത്തി, ദൈവത്തോടുള്ള ആരാധനയുടെ ബന്ധത്തിൽ അവർ മുമ്പോട്ട് പോകുകയാ. ഇവിടെ വലിയൊരു സമൂഹം പിന്നിൽ നിൽക്കുകയാ. അവരതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഒന്ന് രണ്ട് പേർക്കൊന്ന് കരം കൊടുത്തിട്ട് പറ, വെറുതെ അതും ഇതും കേട്ട് മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്. ചുമ്മാ അതും ഇതും കേട്ട് മൈൻഡ് ചെയ്യരുത്. ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് പറ. ദൈവത്തിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. ഇത് ചുമ്മാതെ നമ്മൾ ഓരോ പ്രശ്നങ്ങൾ നമ്മളെടുത്ത് നമ്മുടെ തലയിൽ വെക്കും. എന്നിട്ട് നമ്മൾ ഇരുന്ന് ചിന്തിച്ച് ഉള്ള ആത്മീയവും പോയി, ഉള്ള സ്വോത്രവും പോയി, ഒരു ഹല്ലേലൂയയും പോയി, ജീവനില്ലാത്തവരെ വിട്ട് നമ്മൾ നടക്കുകയാണ്. നോ, നിന്നെ വിളിച്ചിറക്കിയ ഒരു ദൈവമുണ്ട്. ആമേൻ. ആമീൻ. നിനക്ക് പ്രശ്നത്തിന് പരിഹാരകൻ ഒരേ ഒരുവനേ ഉള്ളൂ. നിന്നെ വിളിച്ചിറക്കി ഇവിടെ കൊണ്ടുവന്ന് നിർത്തി സകലതും തന്നു മാനിച്ച് ഉയർത്തിയ ഒരുവനെ നിനക്ക് ഇന്ന് ആരാധിക്കാൻ കഴിയുന്നെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതാണ് ഏറ്റവും വലുത്. ആമേൻ. ഓ റമദന ശന്തരേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കിയേ, അവർ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റ്. അടുത്തത്, പിന്നെ അവർ അതികാലത്ത് എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവര് സ്തുതിച്ചു ഇങ്ങനെ പുറപ്പെടുകയാണ്. ആ ദൈവത്തിന്റെ ആ പ്രവചനം കേട്ട് അവർ പോവുകയാണ്. വായിച്ചാട്ടെ.
അവർ പുറപ്പെട്ടപ്പോൾ ആ. യഹോശാഫാത്ത് നിന്നുകൊണ്ട് യഹോവാശ് നിന്നുകൊണ്ട് യഹൂദ്യരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, ആ. എന്റെ വാക്കു കേൾപ്പീൻ, ആ. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, ആ. എന്നാൽ നിങ്ങൾ ഉറച്ചു ആ നിൽക്കും. ഒരു മിനിറ്റ് അവിടെ നിർത്തിയേ. യഹോശാഫാത്തിന്റെ ബലം എന്താണെന്നറിയാമോ? അവനെ പിന്നിൽ താങ്ങി നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുണ്ട്. അപ്പൊ കൂട്ടത്തിലുള്ളവരെ അവൻ ഉറപ്പിച്ച് നിർത്തുക. അവൻ പറയുന്ന കാര്യമാണ്, എന്റെ വാക്കു കേൾപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. ആമേൻ. ഹല്ലേലൂയ. ഇത് ഉറപ്പില്ല, ഇങ്ങനെ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുക. 25 വർഷമായില്ലേ ദൈവത്തിന്റെ മുമ്പിൽ വന്നിട്ട്? ഇപ്പോഴും നിങ്ങളെ ആ പേടി ഭയപ്പെടുത്തുന്നുണ്ടോ? ഇപ്പോഴും നിങ്ങളെ ചില വിഷയങ്ങൾക്കകത്ത് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവന്റെ പ്രവാചകന്മാരെ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു. അടുത്തത്, പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് ആ. വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുൻപിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ 22-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. അങ്ങനെ അവർ തോറ്റുപോയി. 22. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ആ. യഹൂദയ്ക്ക് വിരോധമായി വന്ന ആ. അമ്മോന്യരുടെയും മോവാബ്യരുടെയും ആ. സെയീർ പർവ്വതക്കാരുടെയും നേരെ ആ. പതിയിരിപ്പുകാരെ വരുത്തി. ആ. അങ്ങനെ അവർ തോറ്റുപോയി. നോക്കിയേ, ആമേൻ. എത്ര വലിയൊരു പ്രശ്നമാണ് മുന്നിൽ വന്നേ. വിളിക്കേണ്ടവനെ വിളിച്ചാൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലിയൊരു സൈന്യ സമൂഹമായി മുമ്പിൽ വന്നതാ. ഇപ്പൊ എന്താ പറയുന്നത് അറിയാമോ? അവർ പാടി സ്തുതിച്ചു. യെസ്. യഹോവ യഹൂദയ്ക്കും വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. യെസ്. നീ നിനക്ക് തന്നിരിക്കുന്ന പണി നീ ചെയ്തു തുടങ്ങിയാൽ ദൈവം നിനക്ക് വേണ്ടി മറുപടിക്ക് വേണ്ടി ഇറങ്ങും. ആമേൻ. ഹല്ലേലൂയ. യെസ്. നീ അവരെ കുറ്റപ്പെടുത്താനും അവരെ നോക്കി 2 വാക്ക് പറയാനും പ്രശ്നം വരുന്നവരോട് എതിർത്ത് നിൽപ്പാനും എന്തിനാ പോകുന്നത്? ആമേൻ. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നീ അത് ഏറ്റെടുത്തുകൊണ്ട് ആമേൻ. യെസ്. മുഴങ്കാൽ മടക്കി നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പണി നീ ചെയ്തു തുടങ്ങിയാൽ യെസ്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. അവിടെ നിന്നെ പരാജയപ്പെടുത്താൻ നോക്കുന്നവർ നിന്റെ ദൈവിക സാന്നിധ്യത്തിന്റെ മുമ്പിൽ തോറ്റുപോകും. ആമേൻ. സ്തോത്രം. സ്തോത്രം. വലിയൊരു പ്രശ്നം വന്നതാ. ഇപ്പൊ എങ്ങനെ നിൽക്കി നോക്കിയേ. അവര് യുദ്ധമൊന്നും ചെയ്തില്ല. അവർ ചെയ്തത് ഒന്നേ ഉള്ളൂ. അവർ സ്തുതിക്കാൻ തുടങ്ങി, പാടാൻ തുടങ്ങി, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവർ ഉപവാസം ചെയ്തു. ഓ ഹല്ലേലൂയ. അവിടാണ് ദൈവം ഇറങ്ങി വരുന്നത്. നമ്മൾ ഈ ചർച്ചിൽ വരുമ്പോൾ മാത്രം ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും അങ്ങനെയുണ്ട്. പക്ഷെ നീ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ നീ അത് ഫോളോ ചെയ്യുന്നുണ്ടോ? നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിനക്ക് സമയം വേർതിരിക്കാൻ കഴിയുന്നുണ്ടോ? അവൻ ഇറങ്ങും. അവൻ ഇറങ്ങും നിനക്ക് വേണ്ടി. ഇപ്പോൾ നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് അവൻ ഇറങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനും എങ്ങനെ നടക്കും, എങ്ങനെ അത് ശരിയാവും, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും നമ്മൾ മുതിരാൻ നിൽക്കണ്ട. നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. ഇത്ര വലിയൊരു പ്രശ്നത്തിൽ നിന്നും അവർ വാളും എടുത്തില്ല, പരിചയം എടുത്തില്ല, കുതിരയും പോയില്ല, ഒട്ടകവും പോയില്ല, കാലാൾപ്പടയും പോയില്ല, ഒന്നും പോയില്ല. അവര് ചെയ്യേണ്ടത് ചെയ്തപ്പം ദൈവം അവരുടെ മുമ്പിൽ ഇറങ്ങി. അവർ പതിയിരിപ്പുകാരെ വരുത്തി. അവർ തോറ്റുപോയി. നോക്കേ, എത്ര വലിയൊരു വിഷയമായിരുന്നു. യഹോശാഫാത്ത് പ്രാർത്ഥിച്ചില്ലേ? എനിക്ക് ശക്തിയില്ല, ഇത്ര വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഞാൻ എങ്ങനെ മുമ്പോട്ട് വരുമെന്നുള്ളൊരു പ്രാർത്ഥന അവിടെ പ്രാർത്ഥിച്ചില്ലേ?
പിന്നിൽ ദൈവത്തിന്റെ ഒരു കരമുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കേണ്ടവനെ നീ പ്രാർത്ഥിച്ചാൽ, ആരാധിക്കേണ്ടവനെ നീ ആരാധിച്ചാൽ നിന്റെ വിഷയത്തിനകത്ത് മറുപടി ഉണ്ട്. നിങ്ങൾ ഇന്ന് അതൊന്ന് കേറി വിശ്വസിക്കണേ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വാക്യം. അമ്മോന്യരും മോവാബ്യരും സെയീർ പർവ്വത നിവാസികളോട് എതിർത്ത് അവരെ നിർമൂലമാക്കി നശിപ്പിച്ചു. സെയീർ നിവാസികളെ സംഹരിച്ച ശേഷം അവർ അന്യോന്യം നശിപ്പിച്ചു. അടുത്തത്. യഹൂദ്യർ മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിനരികെ എത്തിയപ്പോൾ അവർ പുരുഷാരത്തെ നോക്കി. അവർ നിലത്ത് ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. ഒരുത്തനും ചാടി പോയിരുന്നില്ല. നോക്കിയേ, വലിയൊരു സൈന്യം സമൂഹമായി വന്നതാ, ഒറ്റ ഒരുത്തൻ രക്ഷപ്പെട്ടില്ല. നോക്കിയേ, മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിന് അരികെ എത്തിയപ്പോൾ അവർ പുരുഷാരത്തെ നോക്കി. വന്നവരെവിടാണെന്ന് നോക്കി. അവർ നിലത്ത് ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. ഒരുത്തനും ചാടിപ്പോയിരുന്നില്ല. എല്ലാവനെയും തീർത്തു. ആമീൻ, ഹല്ലേലൂയ. എല്ലാ വിഷയത്തിനകത്തും മറുപടി ഉണ്ടെന്ന്. അടുത്തത് നമുക്ക് സമയമില്ല. യഹോശാഫാത്തും അവന്റെ പടജ്ജനവും അവരെ കൊള്ളിടുവാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്തുക്കളും കണ്ടെത്തി. തങ്ങൾക്ക് ചുമപ്പാൻ കഴിയുന്നതിൽ അധികം ഊരിയെടുത്തു. കൊള്ള അധികം ഉണ്ടായിരുന്നത് കൊണ്ട് അവർ 3 ദിവസം കൊള്ളയിട്ടുകൊണ്ടിരുന്നു. നോക്കിയേ, യുദ്ധം ചെയ്യാൻ വന്നവന്മാരാ. യഹോശാഫാത്ത് ഒന്നും ചെയ്തില്ല. അന്വേഷിക്കേണ്ടവനെ അന്വേഷിച്ചു, പ്രാർത്ഥിക്കുന്നവനോട് പ്രാർത്ഥിച്ചു. ആമീൻ, ഹല്ലേലൂയ. യുദ്ധവും ചെയ്തില്ല. ഇപ്പം ദൈവം അവർക്ക് വലിയ നന്മകളെയും കൂടെ കൊടുത്തിരിക്കുക. സ്തോത്രം. നീ അറിയാതെ ചില നന്മകൾ നിനക്ക് വരും. നിന്നെ എതിർക്കുന്നവരില്ലേ, നീ പ്രാർത്ഥിക്ക്. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നീ പ്രാർത്ഥിക്കുക. വിഷയത്തിന്റെ മുൻ ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ദൈവം ചില വഴികളെ നിനക്ക് തുറക്കും. ആമീൻ, സ്തോത്രം. അടുത്തത് പെട്ടെന്ന്. 4-ാം ദിവസം അവർ ബൊരാഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തത് കൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ബൊരാഖ താഴ്വര എന്ന പേർ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ഒന്നിച്ചു കൂടി. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ബെരാക്ക താഴ്വര എന്ന് പേർ പറഞ്ഞു. സ്തോത്രം. പ്രശ്നത്തിൽ നിന്ന് വിടുതലിൽ നിന്ന് മുക്തിയായതിനു ശേഷവും അവർ ഒന്നിച്ചുകൂടി. കർത്താവിന് നന്ദി പറഞ്ഞു. നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്ദിയും കൃപയൊന്നുമില്ല. പക്ഷെ അവര് വിട്ടില്ല. യഹോശാഫാത്ത് എല്ലാവരെയും വിളിച്ചു കൂട്ടി. അവർക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞു. ആമീൻ. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബെരാക്ക താഴ്വര എന്നു പേർ പറഞ്ഞു. സ്തോത്രം. ഇന്ന് എത്ര പേര് പകൽ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് നിന്റെ അവസ്ഥയ്ക്ക് എന്റെ ദൈവം മറുപടി തരുന്ന എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു നിമിഷം അടച്ചേ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളെ വിടുവിക്കാൻ കഴിവുള്ള നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ കേട്ട ഈ ദൈവിക ശബ്ദം ഞങ്ങൾ അത് റിസീവ് ചെയ്യുന്നു. കർത്താവേ, ആമേൻ. ഇതിനൊരു മറുപടി ഈ ദിവസങ്ങളിൽ ഞാൻ കാണുമെന്ന് 100% ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ആമേൻ. എന്നെ ഈ അവസ്ഥയിൽ നിന്നും മാറ്റം വരുത്തുവാൻ കഴിവുള്ള നല്ലൊരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എന്റെ വിഷയം നിന്റെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്കല്ല യുദ്ധം, ദൈവത്തിനാ യുദ്ധമുള്ളത്. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആ കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു.